തലസ്ഥാനത്തെ മാലിന്യ നീക്കം കാര്യക്ഷമമല്ല എന്ന പലകുറി അവിടെയുള്ള ജനങ്ങൾ ജനപ്രതിനിധികൾ ഒക്കെ ചൂണ്ടിക്കാണിച്ചിട്ടും കൃത്യമായ ഒരു പരിഹാരത്തിലേക്ക് എത്താതെ ഇഴച്ചു കൊണ്ടുപോയതിന്റെ ഇരയായി മാറിയതാണ് ജോയി എന്നുള്ളതാണ് വസ്തുത. പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ 2 ദൃശ്യങ്ങൾ എത്തിക്കുകയാണ്. മാലിന്യ നിക്ഷേപത്തിന്റെ തീവ്രത മനസ്സിലാക്കാൻ ആ ദൃശ്യങ്ങൾ ധാരാളമാണ്. ആദ്യത്തെ ദൃശ്യത്തിലേക്ക് വന്നാൽ 9 വർഷം മുൻപുള്ള ആമയിഴഞ്ചാൻ തോട് ഇതാ ഇങ്ങനെയായിരുന്നു. ഓപ്പറേഷൻ അനന്ത സമയത്തായിരുന്നു ഈ കാഴ്ചകൾ. 2015 കാഴ്ച നോക്കൂ. ടണലിലെ മാലിന്യം പൂർണ്ണമായി നീക്കി. ടണലിന്റെ അകത്തുകൂടി ഒരു JCB സുഖമായി കടന്നു പോകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. 9 വർഷങ്ങൾക്കിപ്പുറമുള്ള 2024 ടണലിലെ ദൃശ്യം നോക്കൂ. എങ്ങനെയാണ് ആ ടണൽ? രക്ഷാപ്രവർത്തകർക്ക് മാലിന്യം വകഞ്ഞു മാറ്റി മുന്നോട്ട് നീങ്ങാൻ പോലും കഴിയാത്ത തരത്തിൽ പാറ പോലെ ഉറച്ചു കിടക്കുകയാണ് മാലിന്യം. ഈ 2 കാഴ്ചകൾ നമ്മുടെ മുന്നിലുണ്ട്. എന്താണ് തിരുവനന്തപുരത്തെ മാലിന്യ നീക്കത്തിന് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ ഈ ഒറ്റ ദൃശ്യം മതി. 2015 2024 താരതമ്യം നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. മാലിന്യം നീക്കാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല. നഗരത്തിന് നടുവിലൂടെ ഒഴുകുന്ന തിരുവനന്തപുരത്തിന്റെ മുഴുവൻ മാലിന്യവും പേറുന്ന ആമയിഴഞ്ചാൻ തോട് അത് സമയബന്ധിതമായി വൃത്തിയാക്കേണ്ട ചുമതലയിൽ നിന്ന് പിന്നോട്ട് പോയതാരാണ്? ഈ ചോദ്യത്തിന് അധികൃതർ ഉത്തരം പറഞ്ഞേ മതിയാകും. ആവർത്തിച്ച് നമ്മളത് ചോദിച്ചുകൊണ്ടേയിരിക്കും.